ഈ പുഴയും കിടന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരവിന്ദനെ എത്ര വിളിച്ചിട്ട് എണീക്കാതാവുമ്പോൾ ആംബുലൻസ് വിളിച്ചിട്ട് നിവിനും ഇതും അതുപോലെ തന്നെ കാവേരിയും കൂടിയിട്ട് അരവിന്ദനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് കാവേരിയാണെങ്കിൽ അരവിന്ദനെ നോക്കിയിട്ട് ഒത്തിരി കരയുന്നുണ്ട് കേട്ടോ. അച്ഛൻ എണീക്കച്ച, അച്ഛൻ എന്താ അച്ഛൻ എണീക്കാത്ത, ഇന്ന് ഗംഗേച്ചിയുടെ നിശ്ചയമല്ലേ, അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ച ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാവേരി ഒത്തിരി കരയുന്നുണ്ട്. അതുപോലെ തന്നെ വിനീതിന് ഒത്തിരി വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ എന്നാൽ ഇതേ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് സങ്കടം പറയണം കേട്ടോ. ഈ തവണ വന്നപ്പോൾ അവന് നല്ല അവശതയുണ്ടായിരുന്നു, പക്ഷെ അവനെ ആരും ശ്രദ്ധിച്ചില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി വിഷമം പറയണം. അപ്പോൾ ശാരദയാണെങ്കിൽ മുത്തശ്ശിയോട് പറയണം, അമ്മ വിഷമിക്കാതിരിക്കുക, അരവിന്ദേട്ടൻ പോയതിനേക്കാളും ഉഷാറായിട്ട് ഇങ്ങോട്ടേക്ക് വരും, നിശ്ചയം നടത്തേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശാരദയാണെങ്കിൽ ഗംഗേനെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് കാവേരിയാണെങ്കിൽ അരവിന്ദനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അരവിന്ദനെ ആംബുലൻസിൽ നിന്ന് മാറ്റിയിട്ട് ICUയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് വിനീതിനോട് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാണ്, പക്ഷേ ഇന്ന് രാവിലെ വിളിച്ചിട്ട് എണീക്കുന്നില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഡോക്ടറാണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ICUയിലേക്ക് കയറി പോവുകയാണ്. ഇങ്ങനെ കാവേരിയും വിനീതും ഒക്കെ ICUക്ക് പുറത്ത് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ വീണ്ടും സ്നേഹതീര കാണിക്കുകയാണ് കേട്ടോ. നിശ്ചയം കൂടാനായിട്ട് പ്രമീളയും വിപിനും കൂടിയിട്ട് കാറിൽ അവിടേക്ക് വരുവാണ്. വരുമ്പോൾ തന്നെ പ്രമീള പറയുന്നുണ്ട്, എടാ നമ്മൾ ഒത്തിരി വൈകിപ്പോയെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് പ്രമീളയും വിപിനും കൂടിയിട്ട് കയറി വരുമ്പോൾ കാണുന്നത് എല്ലാവരും പുറത്ത് വിഷമിച്ചിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ വിപിൻ ആണെങ്കിൽ പ്രമീളയോട് പറയുന്നുണ്ട്, അമ്മ എന്തോ പ്രശ്നമുണ്ടല്ലോ, നിശ്ചയമായിട്ട് എല്ലാവരുടെ മുഖത്തും വല്ലാത്ത സങ്കടമാണ്, ആരുടെ മുഖത്തും സന്തോഷമില്ല. അപ്പോൾ പ്രമീളയാണെങ്കിൽ നീ എന്തായാലും വാന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അവർ കാര്യങ്ങൾ തിരക്കുമ്പോൾ യമുനയാണ് കേട്ടോ പറയുന്നത്, അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാണ്, രാവിലെ എത്ര വിളിച്ചിട്ട് എണീക്കാതായപ്പോൾ എല്ലാവരും കൂടിയിട്ട് അച്ഛനെ ആംബുലൻസ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കുകയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രമീളയും വിപിനും ഒന്ന് ഷോക്കാവുന്നുണ്ട്. അപ്പോൾ വിപിനാണെങ്കിൽ ശാരദയോട് ചോദിക്കുകയാണ് ആരൊക്കെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, നിവിനും വിനീതും ഉണ്ടായിരുന്നു, അവർക്കൊപ്പം കാവേരി മോളും കൂടി പോയിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ തന്നെ വിപിനാണെങ്കിൽ മൊബൈൽ എടുത്തിട്ട് നിവിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയത്ത് പ്രമീളയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് ശാരദേനെ ആശ്വസിപ്പിച്ചിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അതുപോലെ തന്നെ യമുനയാണെങ്കിൽ മുത്തശ്ശീനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഗംഗയാണെങ്കിൽ വിഷമിച്ചിട്ട് നിളമോളെയും കെട്ടിപ്പിടിച്ച് പുറത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ICUയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഡോക്ടർ പറയുകയാണ്, അരവിന്ദൻ മരിച്ചിട്ട് മണിക്കൂറുകളായി, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ കാവേരിയാണെങ്കിൽ അച്ഛാന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് താഴേക്ക് വീഴുകയാണ് കേട്ടോ. വിനീതും അത് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സങ്കടമാകുന്നുണ്ട്. അങ്ങനെ നിവിനാണെങ്കിൽ വിനീതിനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഇവിടെ സ്നേഹതീരത്തിലാണെങ്കിൽ പ്രമീള ശാരദനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. നീയല്ലേ മക്കളെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടത്, എന്നിട്ടിപ്പോൾ നീ തന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാലോ ശാരദ, അരവിന്ദന് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് കേട്ടോ. ആ സമയത്താണ് ആംബുലൻസ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ആംബുലൻസിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ എണീക്കുകയാണ് കേട്ടോ. ഇനി ശാരദയാണെങ്കിൽ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്ന അരവിന്ദനെയാവും ശാരദ കാണുക. അങ്ങനെ ശാരദയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അരവിന്ദ് ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് ശാരദ അവരുടെ അടുത്തേക്ക് ഓടി പോവുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പറ്റിയത് അരവിന്ദ് ഏട്ടനെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഗംഗ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ വരുന്ന ഗംഗ കാണുന്നത് സ്ട്രെച്ചറിൽ വെള്ളം പൊതിപ്പിച്ച് കൊണ്ടുവരുന്ന അരവിന്ദനെയാണ് കേട്ടോ. അങ്ങനെ ഗംഗയാണെങ്കിൽ അച്ഛന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ഒത്തിരി കരയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശി വരുമ്പോൾ പറയണം, എടാ മോനെ നിന്നെ ഈ അവസ്ഥയിൽ ഞാൻ കാണേണ്ടി വന്നല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് ഒരുപാട് കരയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ കരച്ചിലും ഒക്കെ കൂടി ആകുമ്പോൾ ശാരദയ്ക്കാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ശാരദയാണെങ്കിൽ ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ശാരദേനെ പിടിച്ച് എഴുതിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ തളിപ്പിച്ചിട്ട് ശാരദേനെ എണീപ്പിക്കുമ്പോൾ ശാരദയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ. ഒരു ദിവസം പോലും ഞങ്ങളോട് സംസാരിക്കാതെ ഉറങ്ങാൻ കഴിയാത്ത മനുഷ്യനാണ് ഇങ്ങനെ വന്നേക്കുന്നത്, മോളുടെ നിശ്ചയം നടത്താനല്ലേ വന്നത്, എന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ശാരദ ഒത്തിരി കരയുന്നുണ്ട്. ശാരദയാണെങ്കിൽ നെഞ്ചത്തൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ ശാരദേനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്.